മതത്തിൻ്റെ പേരിൽ റിസർവേഷൻ തീരെ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കാശ്മീരിൽ പോയിട്ട് ഹിന്ദുക്കൾക്ക് റിസർവേഷൻ വേണം എന്ന് പറയുന്നത്. ഇനി അവർ വെക്കുന്ന ഡിമാൻഡ് നമ്പർ 1 ഡിമാൻഡ് ഇത് സ്ക്രാപ്പ് ചെയ്യണം, എൻ്റെ പ്രോസസ്സ് സ്ക്രാപ്പ് ചെയ്യണം. പിന്നെ എന്താ അവർ വെക്കുന്നത് അറിയാം, റിസർവേഷൻ വേണം. ആർക്ക്? ഹിന്ദു വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ വേണം. ഓക്കെ, ഈ കണ്ട കാലം എത്രയായിട്ട് കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയിൽ സംഘപരിവാർ ഉന്നയിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ എന്താണ്? റിസർവേഷൻ പറ്റില്ല. അത് നമ്മൾ മതപരമായും ജാതീയമായിട്ടും വിഭജിക്കുന്ന ഒരു ഡിവിഷന് വേണ്ടിയിട്ടുള്ള ആയുധമാണ് റിസർവേഷൻ പറ്റില്ല, മതത്തിൻ്റെ പേരിൽ റിസർവേഷൻ തീരെ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കാശ്മീരിൽ പോയിട്ട് ഹിന്ദുക്കൾക്ക് റിസർവേഷൻ വേണം എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം. ഏത് മൈനോറിറ്റി? ഹിന്ദു മൈനോറിറ്റി സ്റ്റാറ്റസ്. ബിക്കോസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയതുകൊണ്ട് അവിടെ ഹിന്ദു മൈനോറിറ്റി സ്റ്റാറ്റസ് കൊടുക്കണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. ഇക്കാലം അത്ര ഇവരുടെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു? ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഡിമാൻഡ് എന്താണ്? മൈനോറിറ്റി സ്റ്റാറ്റസ് എന്ന പരിപാടി തന്നെ പറ്റില്ല, അത് അപ്പീസ്മെൻ്റാണ്, ഈ വ്യാജ സ്യൂഡോ സെക്യുലറിസം ആണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ കാശ്മീരിലൊത്തും പ്ലേറ്റ് മാറ്റാണ്. ഇത് വേണം, ഞങ്ങൾക്ക് മൈനോറിറ്റി സ്റ്റാറ്റസാണ്.